പ്രിയപ്പെട്ടവരെ, ലിക്വിഡ് സ്റ്റേറ്റ് എന്ന ഭാഗത്തിലെ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സർഫേസ് ടെൻഷനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സർഫേസ് ടെൻഷന് കാരണം ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അവിടെ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂളുകൾ തമ്മിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ഈ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് സർഫേസ് ടെൻഷന് കാരണം. റൈറ്റ്? ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. ആ വാട്ടറിൻ്റെ അകത്ത് ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. നൗ കൺസിഡർ എ മോളിക്യൂൾ അറ്റ് ദി ഇന്റീരിയർ ഓഫ് ദിസ് ലിക്വിഡ്സ്. ആ ലിക്വിഡിന്റെ ഉള്ളിലത്തെ ഒരു വാട്ടർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. ഈ വാട്ടർ മോളിക്യൂളിനെ ചുറ്റുമുള്ള മറ്റ് വാട്ടർ മോളിക്യൂൾ ഈക്വലി ആയിട്ട് അട്രാക്ട് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ദി നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദിസ് വാട്ടർ മോളിക്യൂൾ വിൽ ബി 0 ആയിരിക്കും. കാരണം ഇവിടുന്ന് അട്രാക്ഷൻ ഉണ്ട്, ഇവിടുന്ന് അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ പിന്നെ നള്ളിഫൈ ചെയ്യും. ഈ അട്രാക്ഷൻ ക്യാൻസൽ ചെയ്യും. ഈ അട്രാക്ഷൻ ക്യാൻസൽ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ വാട്ടർ മോളിക്യൂളിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. അതേസമയം ഒരു സർഫസിലുള്ള വാട്ടർ മോളിക്യൂളിന്റെ കേസ് പറയാം. സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ ചുറ്റിലും ഇവിടെ ഇങ്ങനെ ചുറ്റിലും ഈ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ വാട്ടർ മോളിക്യൂളിനെ ഈ ചുറ്റിലുമുള്ള വാട്ടർ മോളിക്യൂൾസ് ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ, നിങ്ങൾ ഈ കേസിൽ ഇവിടെ വാട്ടർ വേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഈ വാട്ടർ വേപ്പേഴ്സും ശരിക്കും പറയുകയാണെങ്കിൽ ഈ മോളിക്യൂളിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. തൽഫലമായിട്ട് ഈ മോളിക്യൂളിന് ഒരു ഇൻവേർഡ് പുൾ ഫീൽ ചെയ്യും. അതിന്റെ ഫലമായിട്ട് എനിക്ക് പറയാം, അപ്പോൾ സർഫസിലുള്ള എല്ലാ വാട്ടർ മോളിക്യൂൾസിനും ആ ഒരു ഇൻവേർഡ് പുൾ ഫീൽ ചെയ്യും. ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആ ഇൻവേർഡ് പുള്ളിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് സർഫേസ് ടെൻഷൻ എന്നാ പറയാം. ഡ്യൂ ടു ദിസ് സർഫേസ് ടെൻഷൻ ദി സർഫേസ് ബിക്കംസ് ആക്ട് ജസ്റ്റ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. അതായത് വലിഞ്ഞു മുറുകിയ ഒരു മെംബ്രെയിൻ പോലെ ഈ സർഫേസ് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഫിനോമിനൊക്കെ പറയാം സർഫേസ് ടെൻഷൻ എന്ന് പറയാം. അപ്പൊ സർഫേസ് ടെൻഷന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ആക്ടിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു എനി ലൈൻ ഓഫ് യൂണിറ്റ് ലെങ്ത് എലോങ് ദി സർഫേസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് അത് നമ്മൾ ഇങ്ങനെയാ പറയാം. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഈ സർഫസിനെ ഇവിടെ താഴത്തെ വാട്ടർ മോളിക്യൂളുകൾ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ആണ്. റൈറ്റ് ആംഗിൾസ് മീൻസ് നോക്കുക, ഇവർ തമ്മിലുള്ള ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി. ആ സർഫസും ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾസിലാണ് കിടക്കുന്നത്. ഇന്നൊരു കാര്യം എടുക്കണം, ഇവിടെ ഈ സർഫസിന്റെ ലെങ്ത് നമ്മൾ എത്ര ആക്കി എടുക്കുന്നു? യൂണിറ്റ് ലെങ്ത് ആക്കി എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ യൂണിറ്റ് ലെങ്ത്തിലുള്ള സർഫസിനെ അട്രാക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു, യു ക്യാൻ സേ ദാറ്റ് ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ദാറ്റ് ഇസ് ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ലെങ്ത് മീൻസ് യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം n ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് ദാറ്റ് ഈസ് m ആണ്. അങ്ങനെയാകുമ്പോൾ സർഫസ് ടെൻഷന്റെ യൂണിറ്റ് ആണ് n(m)⁻1. റൈറ്റ്? അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർഫസ് എനർജിയെ കുറിച്ചാണ്. വാട്ട് ഈസ് സർഫസ് എനർജി? സർഫസ് ടെൻഷന്റെ ഫലമായിട്ട് ഒരു ലിക്വിഡിനുണ്ടാകുന്ന സ്വഭാവമാണ് ദി ലിക്വിഡ് ഹാവ് എ ടെൻഡൻസി ടു ഡിക്രീസ് ദി സർഫസ് ഏരിയ. സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടി ശ്രമിക്കും ആ സർഫസ് ടെൻഷന്റെ ഫലമായിട്ട്. അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇത് ഒരു സിലിണ്ടറാണ്. ഈ സംഭവം ഞാൻ പറയുന്നു ഒരു സോപ്പ് ഫിലിം ആയിക്കോട്ടെ. സോപ്പിന്റെ ഫിലിം നമുക്കറിയാം, സോപ്പിന്റെ ഒരു ചെറിയ പാട അവിടെ കിടക്കുന്നു വിചാരിക്കുക. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സോപ്പ് ഫിലിമിന് ഇപ്പോൾ ഒരു ഏരിയ ഉണ്ട്. എനിക്ക് ഈ സോപ്പ് ഫിലിമിന്റെ ഏരിയ ഒരു യൂണിറ്റ് കൂട്ടണം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പറയുന്നു 1 മീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയറോ കൂട്ടണമെന്ന് വിചാരിക്കുക. കൂട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഫിലിമിന്റെ സ്വഭാവം ഇതാണ്, സർഫസ് ഏരിയ കുറക്കാനുള്ള ടെൻഡൻസി ആയിരിക്കെ. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ സർഫസ് ഏരിയ കൂട്ടണമെങ്കിൽ ഇതൊരു പിസ്റ്റൺ ആണെങ്കിൽ ഈ പിസ്റ്റണെ നമ്മൾ പിടിച്ച് വലിച്ചാൽ മാത്രമല്ലേ സർഫസ് ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ കൂടുകയുള്ളൂ.
ഇപ്പൊ ലിക്വിഡിന്റെ സ്വഭാവം സർഫസ് ടെൻഷൻ കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലിക്വിഡിന്റെ സ്വഭാവം സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടി. അങ്ങനെയാകുമ്പോൾ സർഫസ് ഏരിയ കൂട്ടണമെങ്കിൽ ഇതിന്റെ മേലെ ഞാൻ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം, ഒരു എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഏരിയ എനിക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എത്രമാത്രം എമൗണ്ട് ഓഫ് വർക്ക് that we have to done in order to increase the surface area of a liquid by 1 meter square or 1 centimeter square is known as surface energy. അതായത് ഒരു ലിക്വിഡ് സർഫസിന്റെ സർഫസ് ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയറോ അല്ല 1 സെന്റിമീറ്റർ സ്ക്വയർ മീൻസ് നമ്മളെ CGS സിസ്റ്റം ആണെങ്കിൽ അല്ല 1 മീറ്റർ സ്ക്വയറോ ഉയർത്താൻ നിങ്ങൾ എത്രമാത്രം വർക്കാണോ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട വർക്കിന്റെ എമൗണ്ട് ആണ് സർഫസ് എനർജി. അങ്ങനെയാവുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ദാറ്റ് ഈസ് സർഫസ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അല്ലേ, നമ്മൾ വർക്ക് ചെയ്യണം. ടു ഇൻക്രീസ് വർക്ക് ഡൺ പെർ ഏരിയ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, W/A എന്ന് കൊടുക്കാൻ പറ്റും. ഇനോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലെങ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ ഏരിയയുടെ ലെങ്ത് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് സ്ക്വയറിന്റെ ഒരു ലെങ്ത്തും ഇവിടുത്തെ ഒരു ലെങ്ത്തും വെട്ടിപ്പോയാൽ നമുക്ക് കിട്ടുന്നതല്ലേ, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. നിങ്ങൾ നോക്ക്, നമ്മൾ നേരത്തെ സർഫസ് ടെൻഷൻ ചെയ്തപ്പോഴും ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് എന്നാണ് കിട്ടിയിരിക്കുന്നത്, അല്ല ഫോഴ്സ് ബൈ ലെങ്ത് ആണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ യൂണിറ്റ് യു ക്യാൻ സേ ദാറ്റ്സ് N(m)⁻⁻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 
ചെയ്യും. അതിൻ്റെ ഡയമെൻഷനും അതിൻ്റെ യൂണിറ്റുകളും സെയിം ആണ്. ദിസ് ഈസ് ഇൻ ദി SI സിസ്റ്റം ആണെങ്കിൽ. ഇനി ഒരു കാര്യം ചെയ്യുന്നു, CGS സിസ്റ്റം ആണെങ്കിൽ ന്യൂട്ടണിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എർഗെന്ന് കൊടുക്കാം. മീറ്ററിന് പകരം എന്തും കൊടുക്കാം, സെന്റിമീറ്റർ ഇൻവേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയാണ് സർഫസ് എനർജി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷനെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തെ നാച്ചർ ഓഫ് ലിക്വിഡ്. അതിന് നാച്ചർ ഓഫ് ലിക്വിഡിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ചില ലിക്വിഡിന് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും, ചിലതിന് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. ഉദാഹരണം ഹണി, തേനാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അതേസമയം ഒരു പെട്രോൾ ആണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർഫസ് ടെൻഷന്റെ കാരണം തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ സർഫസ് ടെൻഷനും കൂടുതലാണ്. അതേസമയം പെട്രോൾ ഒക്കെ ആണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി വീക്ക് ആണ്, ദെർഫോർ സർഫസ് ടെൻഷൻ കുറവാണ്. അപ്പം ദി സർഫസ് ടെൻഷൻ ഓഫ് ഹണി ഈസ് ഹയർ ദാൻ പെട്രോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്? രണ്ടാമത്തെ ഫാക്ടറാണ് സർഫസ് ടെൻഷനെ എഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. നിങ്ങൾക്കറിയാം, ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഇൻക്രീസസ്. മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി കൂടുകയാണെങ്കിൽ നന്നായിട്ട് ചലിക്കും. ചലിക്കുകയാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സർഫസ് ടെൻഷനും കുറയും. Therefore എനിക്ക് പറയാം, ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി സർഫസ് ടെൻഷൻ ഡിക്രീസസ്. അപ്പം ഞാൻ അടുത്ത പറയാൻ പോകുന്ന റാംസേ ഷീൽഡ് ഇക്വേഷൻ ആണ്. അതായത് ടെമ്പറേച്ചറും സർഫസ് ടെൻഷനും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ് റാംസേ ഷീൽഡ് ഇക്വേഷൻ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാമ. ഗാമ ഈസ് നത്തിങ് ബട്ട് സർഫസ് ടെൻഷൻ ആണ്. ഗാമ m/ρ whole raised to 2/3 is equal to k into Tc minus T minus 6 ആണ്. 6R ആണ്. അങ്ങനെയാണ് ഈ ടേംസ് എന്തൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഗാമ എന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ T കെൽവിൻ. T കെൽവിനിലുള്ള സർഫസ് ടെൻഷന്റെ വാല്യൂ ആണ് ഗാമ. എം എന്ന് വെച്ചാൽ മോളിക്കുലർ മാസ് ഓഫ് ദി ലിക്വിഡ്. ലിക്വിഡ് മാറുന്നതനുസരിച്ച് മോളിക്കുലർ മാസ് മാറും. യുനോ റോ ഇസ് ദി ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഓരോ ലിക്വിഡിനും ഡിഫറെന്റ് ഡെൻസിറ്റി ആയിരിക്കും. 2/3. K is a constant. That constant also depends on nature of the liquid ആണ്. Tc എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു പാത്രത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുക, ഇത് നിങ്ങൾ ചൂടാക്കുക. ആദ്യമൊക്കെ ഈ വെള്ളവും വേപ്പർ ഫേസ് തമ്മിൽ നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ കാണാൻ പറ്റും. ചൂടായിക്കൊണ്ടിരിക്കുമ്പം അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ലിക്വിഡും വേപ്പേഴ്സ് തമ്മിലുള്ള ഈ സെപ്പറേഷൻ അങ്ങ് ഇല്ലാതായിട്ട് മാറും.
അപ്പോൾ ഏത് പോയിന്റിലാണോ ഈ സർഫസ് സെപ്പറേഷൻ അല്ലെങ്കിൽ സർഫസ് സെപ്പറേഷൻ ഇല്ലാതായി പോകുന്ന ടെമ്പറേച്ചർ ഏതാണോ അതിൻ്റെ പേരാണ് വി കോൾഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണോ നിങ്ങൾ ഗാമ കാണുന്ന ആ ടെമ്പറേച്ചറാണ് ഈ ടി. 6 തന്നെ. ഇത്രയാണ് നമ്മുടെ സർഫസ് ടെൻഷനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ സർഫസ് എനർജിയുടെ കാര്യവും സർഫസ് ടെൻഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ കാര്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ടെൻഷൻ്റെ അപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ പറയാം സർഫസ് ടെൻഷൻ്റെ കോൺസിക്വൻസസ് ആണ്. അതിനു മുന്നേ ഇത്രയും വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നോട്ട്സ് ഞാൻ പറയാം. പലർക്കും നോട്ട്സ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. സർഫസ് ടെൻഷൻ, ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് ദി ലിക്വിഡ് due to intermolecular force of attraction. Full stop. Consider a liquid taken in a vessel. ഇങ്ങനെ വരച്ച് വെക്കുക. സെൻറ്ററിലെ വാട്ടർ മോളിക്യൂളിന് ചുറ്റിലും അട്രാക്ഷൻ ഓൾ സൈഡിലും വരച്ച് വെക്കുക. സർഫസ് ഉള്ളത് ഈ താഴത്തേക്ക് മാത്രം അട്രാക്ഷൻ കാണിക്കുക. എന്നിട്ട് പറയാം, the molecules lies at the interior of the liquid experiences attraction from all sides equally. Comma, hence there will be no resultant attraction. Full stop. But the molecules at the surface experiences more attraction by the bulk of the liquids than by the molecules lying above it in the vapor phase. വേപ്പർ ഫേസിൽ മോളിക്യൂൾസ് ഉണ്ട്, അതിൻ്റെ അട്രാക്ഷനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ താഴത്തെ അട്രാക്ഷൻ. ഇതാ പറഞ്ഞിരിക്കുന്നത്. ദസ് ദ മോളിക്യൂൾസ് അറ്റ് ദി സർഫേസസ് എക്സ്പീരിയൻസസ് എ നെറ്റ് ഇൻവാർഡ് പുൾ, INWARD, ഇൻവാർഡ് പുൾ, PULL, ദസ് സർഫേസ് ബിഹേവ്സ് ആസ് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ, STRETCHED, membrane. This property of liquid is known as surface tension. Full stop. The surface tension is defined as the force acting at right angle to any line of unit length along the surface of liquid. That is, surface tension is equal to force by length. Therefore, its unit Newton per meter by Newton by meter കൊടുക്കുക, or N raised to -1 in bracket കൊടുക്കുക. SI system. In CGS system ആണെങ്കിൽ ന്യൂട്ടന് പകരം ERG centimeter inverse. Due to surface tension, the liquid have a tendency to reduce the surface area. Full stop. If we wanted to increase the surface area, work has to be done. Full stop. The work that should be done in order to increase the surface area of a liquid by 1 meter square or 1 centimeter square is known as surface energy. That is, surface energy is equal to work divided by area. That is equal to force into length divided by length square. F into L divided by L square. That is equal to F by L. Therefore, its unit is N raised to -1. Thus, the surface energy and surface tension have the same dimension and unit. Now, the point. Factors affecting surface tension. Number 1, nature of liquid. Full stop. If the intermolecular force of attraction is high, surface tension will be high. For example, surface tension of honey is higher than petrol. Number 2, temperature. As the temperature increases, the kinetic energy of the molecule increases. Hence, intermolecular force of attraction decreases. Thus, surface tension decreases. Next, Ramsay shield equation. Gamma m by rho whole raised to 2 by 3 K Tc minus T minus 6. And it is the relationship between surface tension and temperature. It is a relationship between surface tension and temperature. In the terms, gamma
equal to surface tension, m molecular mass, rho density, then k is a constant, depends on nature of liquid, Tc critical temperature, T temperature at a particular temperature, T at in Kelvin 6. അതേപോലെ തന്നെ ഇത്രയാണ് ഇതിന്റെ നോട്ട്സ്, റൈറ്റ്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് സർഫസ് ടെൻഷൻ ആണ്. അതായത് പ്രകൃതിയിൽ ഒരുപാട് ഫിനോമിനാസ് ഉണ്ട്. ആക്ച്വലി സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതിയിലുള്ള ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് സയൻസ്. അതുപോലെ പ്രകൃതിയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം, എന്തുകൊണ്ട് ലിക്വിഡ് ഡ്രോപ്പുകൾ സ്ഫെറിക്കലായി മാറിപ്പോയി. ഇനി ലോവർ മെനിസ്കസ് എന്ന് പറഞ്ഞ ഫിനോമിന, ദാറ്റ് ഇസ് കാപ്പിലറി റൈസ് ഉണ്ട്, കാപ്പിലറി ഫോൾ ഉണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ട് വെള്ളം ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മേലെ നിങ്ങൾ വെള്ളം വെക്കുകയാണെങ്കിൽ പരന്ന് കിടക്കുന്നു, അതേസമയം മെർക്കുറി ആണെങ്കിൽ ഉരുണ്ട് കിടക്കുന്നു, തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫിനോമിനാസിനെ കൂട്ടുപിടിക്കുന്നു, റൈറ്റ്? അതിൽ ഒന്നാമത്തതാണ് സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് എന്തുകൊണ്ട് സംഭവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സർഫസ് ഏരിയ കുറക്കാൻ ലിക്വിഡിനുള്ളൊരു സ്വഭാവത്തിനാ പറയുക സർഫസ് ടെൻഷൻ എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഒരു ഡ്രോപ്പ് ആണെങ്കിൽ അത് പരന്ന് കിടക്കുമ്പോൾ ഒരു സർഫസ് ഏരിയ ഉണ്ടാവും, അതേപോലെ തന്നെ സ്ഫെറിക്കൽ ഷേപ്പ് ആകുമ്പോൾ സർഫസ് ഏരിയ ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റും സ്ഫെറിക്കൽ ഷേപ്പ് ആകുമ്പോൾ അല്ലടോ സർഫസ് ഏരിയ ഏറ്റവും കുറവുണ്ടാവുക, ദാറ്റ് ഈസ് വൈ ഇറ്റ് എക്സിസ്റ്റ് ആസ് സ്ഫെറിക്കൽ ഷേപ്പ്. അല്ല മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ലിക്വിഡ് ഡ്രോപ്പ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂൾസിനെയൊക്കെ ഈ സർഫസിലുള്ള ഈ വാട്ടർ മോളിക്യൂളുകളെ സെൻട്രലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ സെൻട്രലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഷേപ്പ് ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നിൽക്കും. അതാണ് നമ്മളെ ലിക്വിഡ് ഡ്രോപ്പ് സ്ഫെറിക്കൽ ആകാനുള്ള കാരണം. രണ്ടാമത്തെ കാര്യമാണ് കാപ്പിലാരിറ്റി ആൻഡ് മെനിസ്കസ് ഫോർമേഷൻ ആണ്. എന്ത് പറഞ്ഞാലേ, ഒരു കാര്യം ചെയ്യാം, ഒരു പാത്രത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, ഇത് വെള്ളം എടുത്തു. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു കാപ്പിലറി ട്യൂബ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാവുക. അതായത് ഈ കാപ്പിലറി ട്യൂബിന്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് വെള്ളം കയറിയത് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ എടുത്തിരിക്കുന്നത് മെർക്കുറി എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു കാപ്പിലറി ട്യൂബ് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ ഇങ്ങനെയായിരിക്കും. അതായത് ഈ കാപ്പിലറി ട്യൂബിന്റെ ഉള്ളിലുള്ള മെർക്കുറിയുടെ ലെവല് പുറത്തുള്ള മെർക്കുറി ലെവലിനേക്കാൾ താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ രണ്ടും ഡിഫറെന്റ് ഫിനോമിനാസ് ആണ് അല്ലെ. ഇവിടെ എനിക്ക് പറയാം കാപ്പിലറി ട്യൂബിൽ കൂടി മുകളിലേക്ക് ഉയരുന്നു. അപ്പൊ ഇതിന്റെ പേരാണ് കാപ്പിലറി റൈസ് എന്നാണ് പറയാ. അതേസമയം ഈ കേസിലാണ് നമ്മൾ കാപ്പിലറി ട്യൂബ് വെക്കുമ്പോൾ മെർക്കുറി ലെവൽ താഴ്ന്നിട്ടാണ് വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആസ് കാപ്പിലറി ഫോൾ എന്നും പറയും. ഇനി ഈ കിട്ടിയിരിക്കുന്ന ലെവൽ നിങ്ങൾ ഈ സർഫസ് നോക്ക്. ഈ സർഫസ് ഇപ്പൊ ഒരു കോൺകേവ് അവസ്ഥയിലുള്ളത്. അപ്പൊ എനിക്ക് പറയാം ഈ കിട്ടുന്ന സർഫസ് നമ്മൾ ജനറലി പറഞ്ഞ പേരാണ് മെനിസ്കസ് എന്നാ പറയാ. ഇങ്ങനെയാ കിട്ടുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒരു കോൺകേവ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് കോൺകേവ് മെനിസ്കസ് എന്നാ പറയാ. കോൺകേവ് മെനിസ്കസ് ഇനി പറയാ കോൺവെക്സ്. നോക്ക് ഇതിന്റെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അല്ലെ. അങ്ങനെയാകുമ്പോൾ കോൺവെക്സ് മെനിസ്കസ് ആണ് കിട്ടിയിരിക്കുന്നത്. മെനിസ്കസ് ആണ് ഈ കേസിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇവിടെ കോൺകേവ് മെനിസ്കസ് ആയിപ്പോയി, എന്തുകൊണ്ട് കോൺവെക്സ് മെനിസ്കസ് ആയിപ്പോയി എന്ന കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സർഫസ് ടെൻഷനെയും മറ്റു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാപ്പിലറി ഫാളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതായത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പാത്രത്തിൽ നിങ്ങൾ മെർക്കുറി എടുത്ത് നീരിക്കുക, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാപ്പിലറി ട്യൂബ് ഡിപ്പ് ചെയ്യുക. ഈ കേസിൽ നേരത്തെ പറഞ്ഞ കേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ കൊഹസീവ് ഫോഴ്സ് കൂടുതലാണ്. അതായത് മെർക്കുറി മോളിക്യൂളുകൾ തമ്മിലുള്ള മെർക്കുറി ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് സ്ട്രോങ്. ആരെ കടന്നറിയാം? അഡ്ഹീസീവ് ഫോഴ്സിനേക്കാൾ. അതായത് മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ സ്ട്രോങ് ആണ് മെർക്കുറി ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഈ മെർക്കുറിക്ക്, ഇവിടെ മെർക്കുറിയാണ് ഉള്ളത്, മെർക്കുറിക്ക് നമ്മുടെ ഗ്ലാസിനോട് ഒരു താല്പര്യമില്ല. അവർ തമ്മിലുള്ള അട്രാക്ഷനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ്സിൽ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്ലാസിനോട് താല്പര്യമില്ലെങ്കിൽ ഇത് മേലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല.
നേരത്തെ വെള്ളത്തിന് ഗ്ലാസിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് വെള്ളം മേലോട്ട് കയറിയത്. പക്ഷേ ഈ കേസിൽ ഗ്ലാസിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കഴിയുന്നതും ഗ്ലാസ്സിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്നും വഴുതി മാറാണ് നമ്മൾ മെർക്കുറി ശ്രമിക്കും. ദാറ്റ് ഇസ് വൈ യു വിൽ ഗെറ്റ് ഇതുപോലത്തെ ഒരു അവസ്ഥയെ കിട്ടും. അങ്ങനെയാകുമ്പോൾ കാപ്പിലറി ട്യൂബ് വെച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മെനിസ്കസിന് ഒരു താഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വി കോൾഡ് ആസ് ഫാൾ എന്നാ പറയാ, കാപ്പിലറി ഫാൾ എന്നാ പറയാ. ഇനി എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു അപ്പിയറൻസ് കിട്ടിയത്? ഇത് നമുക്ക് പറയാം കോൺവെക്സ് മെനിസ്കസ് എന്നാ പറയാ അല്ലേ. അതിന്റെ കാരണം എത്ര മാത്രമേ ഉള്ളൂ, ഇവിടെയും നമ്മുടെ ഗ്ലാസ് ഉണ്ട് അല്ലേ. കഴിയുന്ന മെർക്കുറിക്ക് ആരോട് താല്പര്യമില്ല, ഗ്ലാസിനോട് താല്പര്യമില്ല. അങ്ങനെയാകുമ്പോൾ ഈ മെർക്കുറി മോളിക്കൂൾ കഴിയുന്നതും ഗ്ലാസിൽ നിന്ന് നീങ്ങിയിട്ട് ഇതിന്റെ സെന്ററിലേക്ക് നീങ്ങും. ഗ്ലാസ്സിൽ നിന്ന് മാറിയിട്ട് സെന്ററിലേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിക്കും. സെന്ററിലേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലത്തെ അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുക. യു വിൽ ഗെറ്റ് കോൺവെക്സ് ആ കിട്ടുക. ഇതിനാ പറയാ വി കോൾഡ് ആസ് കോൺവെക്സ് മെനിസ്കസ് ആണ് കിട്ടുക. നൗ മൂന്നാമത്തെ പോയിന്റ് ആണ്, ദാറ്റ് ഇസ് വാട്ടർ സ്പ്രെഡ് ഓൺ ഗ്ലാസ് while mercury remains as drops on glass surface. അതായത് വെള്ളം നിങ്ങൾ ഗ്ലാസിന്റെ മേലെ വെക്കുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കും, അതേസമയം മെർക്കുറി ആണെങ്കിൽ ഡ്രോപ്പ് ആയിട്ട് തന്നെ കിടക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ വരച്ചിരിക്കുന്നത് ഇതൊരു ഗ്ലാസ് സർഫസ് ആണെങ്കിൽ ആ ഗ്ലാസ് സർഫസിന്റെ മേലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ കിടക്കുക. പരന്നതും കിടക്കൂല, ഇങ്ങനെ കിടക്കും, ഒരു കർവായിട്ട് കിടക്കും. അതേസമയം മെർക്കുറിയാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ ഗ്ലാസ് സർഫസിന്റെ മേലെ ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് കിടക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഈ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫിനോമിനാസിന്റെ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ കേസിലാണെങ്കിൽ എല്ലായ്പ്പോഴും ഒരു കോണ്ടാക്ട് ആംഗിൾ ഉണ്ടാവും, തീറ്റ. എന്താ ഈ കോണ്ടാക്ട് ആംഗിൾ മീൻസ്? ഇതാണ് നമ്മുടെ സർഫസ് അല്ലെ. ഇനി നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മളെ ലിക്വിഡിന്റെ സർഫസ്, ഐ മീൻസ് വാട്ടറിന്റെ സർഫസ്. ഇതാണ് ആ വാട്ടറിന്റെ സർഫസിന്റെ മേലെ നമ്മളൊരു ടാൻജന്റ് വരക്കുമ്പോൾ നോക്ക്, ഈ ടാൻജന്റും അതേപോലെ തന്നെ ഗ്ലാസ് സർഫസ് നമ്മളൊരു ആംഗിൾ ഉണ്ട്, ദാറ്റ് ഇസ് വി കോൾഡ് ആസ് കോണ്ടാക്ട് ആംഗിൾ. ഇറ്റ് ഈസ് ഗിവൺ ബൈ തീറ്റയാണ്. അതേസമയം ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, യു ക്യാൻ സീ ദാറ്റ് ഈസ് ഇവിടെ വരച്ചാൽ ഇതാണ് നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന മെർക്കുറിയുടെ സർഫസ് ഇവിടെയാ. ആ സർഫസും ഈ ഗ്ലാസ് സർഫസും അല്ലെങ്കിൽ ആ സർഫസിന് ടച്ച് ചെയ്തുകൊണ്ടൊരു ടാൻജന്റ് വരക്കുക. ഇനി ഗ്ലാസ് സർഫസും ആ ടാൻജന്റും തമ്മിലുള്ള ഒരു ആംഗിൾ, ദാറ്റ് ഈസ് ഇവിടുത്തെ കേസ് ഇതാണ് ഈ തീറ്റ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ തീറ്റ ലെസ് ദാൻ 90 ആണ്, ഈ കേസിൽ തീറ്റ ഹയർ ദാൻ 90 ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം മാത്രം അവിടെ ഓർത്ത് വെക്കുക, അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് ഒരു സർഫസിന്റെ മേലെ ഒരു ഡ്രോപ്പ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, ഗാമ ജിഎസ് ഈസ് ഈക്വൽ ടു ഗാമ എസ് എൽ പ്ലസ് ഗാമ എൽ ജി കോസ് തീറ്റ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ ഗാമ ജി എസിന്റെ വാല്യൂ ഈ ഹയർ ദാൻ ഗാമ എസ് എൽ ആകണമെങ്കിൽ, അതായത് ഗാമ ജി എസിന്റെ വാല്യൂ ഗാമ എസ് എല്ലിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഞാൻ പറയുന്നു ഗാമ ജി എസിന്റെ വാല്യൂ ഒരു 10 ആയിക്കോട്ടെ. റെഡി? ഗാമ എസ് എല്ലിന്റെ വാല്യൂ 10, ഇപ്പൊ ഇത് കൂടുതൽ ഇത് കുറവായിരിക്കണം അല്ലെ, ഇത് 5 ആണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്കറിയാം 10 ഈക്വൽ ടു 5 പ്ലസ് ഇതും കൂടി ചെയ്താൽ മാത്രം അപ്പൊ ഒരു വാല്യൂ കിട്ടണം. അങ്ങനെയാകുമ്പോ കോസ്തീറ്റക്ക് 2 വാല്യൂ ആകാം. ചിലപ്പം കോസ്തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പം കോസ്തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കോസ്തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയാൽ മാത്രമല്ലേ, അതായത് 5 പ്ലസ് ഒരു വാല്യൂയും കൂടി കൂട്ടിയാല ഈ 10 കിട്ടേണ്ടത്. ദാറ്റ് മീൻസ് ഇഫ് ഗാമ ജിഎസ് ഈസ് ഹയർ ദാൻ ഗാമ എസ് എൽ ആകണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് കോസ് തീറ്റ എന്തായിരിക്കണം? പോസിറ്റീവ് ആണ്. കോസ് തീറ്റ പോസിറ്റീവ് ആകണമെങ്കിൽ, ഇപ്പൊ കോസ് തീറ്റ പോസിറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വാല്യൂം ഇവിടുത്തെ ഒരു വാല്യൂം കൂട്ടിയാൽ 10 എന്നാലേ ഇക്വേഷൻ ശരിയാവുള്ളൂ. അപ്പൊ കോസ് തീറ്റ പോസിറ്റീവ് ആകണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ആയിരിക്കണം, തീറ്റയുടെ വാല്യൂ 90ലും കുറവായിരിക്കണം. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, വെള്ളത്തിന്റെ കേസാണെങ്കിൽ, വെള്ളം സർഫസിൽ നിൽക്കുന്ന കേസ്, അതായത് സോളിഡ് സർഫസ് നിൽക്കുകയാണെങ്കിൽ ഇതാണ് കണ്ടീഷൻസ്. ആ കേസിൽ ഗ്യാസ് സോളിഡ് ഇന്റർഫേസ് അല്ലെങ്കിൽ സർഫസ് എനർജി അല്ലെങ്കിൽ ഗ്യാസ് സോളിഡ് ഈസ് നത്തിങ് ബട്ട് ഗ്ലാസ് എയർ ഇന്റർഫേസ് ഈസ് ഹയർ ദാൻ
സോളിഡ് ലിക്വിഡ് ഇന്റർഫേസിന്റെ സർഫസ് ടെൻഷനേക്കാൾ വളരെ കൂടുതലാണ്. എന്താണ് സോളിഡ് ലിക്വിഡ് മീൻസ്? സോളിഡ് മീൻസ് ഗ്ലാസ്, ലിക്വിഡ് മീൻസ് വാട്ടർ. ലിക്വിഡ് വാട്ടറിനേക്കാളും കൂടുതലാണ്. അങ്ങനെ ആവുമ്പോൾ തീറ്റയുടെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 90 ആയിരിക്കണം. ലെസ് ദാൻ 90 കിട്ടണമെങ്കിൽ ഇതുപോലത്തെ അറേഞ്ച്മെന്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ മാത്രമേ തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ആയിട്ട് മാറുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു കാര്യം പറയാം. മെർക്കുറിയുടെ കേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഗാമ ജി എസ് ഈസ് ലെസ് ദാൻ ഗാമ എസ് എൽ. അതായത് ഗാമ ജി എസിന്റെ വാല്യൂ കുറവ്, ഗാമ എസ് എല്ലിന്റെ വാല്യൂ കൂടുതൽ. ഫോർ എക്സാമ്പിൾ ഇതിന്റെ വാല്യൂ ഒരു 8, ഇതിന്റെ വാല്യൂ ഒരു 10 ആണെങ്കിൽ ഈ 8 എന്ന് പറയുന്ന ഉത്തരം കിട്ടണമെങ്കിൽ ഈ 10 ഒരു വാല്യൂ കുറക്കണം. അപ്പൊ ഈ ഇക്വേഷന് ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. ആ നെഗറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ കോസ് തീറ്റ ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കണം. ഈ വാല്യൂ നെഗറ്റീവ് ആവില്ല, ഇത് മാത്രമേ നെഗറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. കോസ് തീറ്റ നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ കണ്ടീഷൻ ഇതാണ്, ദാറ്റ് ഈസ് തീറ്റ ഷുഡ് ബി ഹയർ ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. എങ്കിൽ മാത്രമേ കോസ് തീറ്റ നെഗറ്റീവ് ആവുള്ളൂ. കോസ് തീറ്റ നെഗറ്റീവ് ആക്കാൻ തീറ്റ ഷുഡ് ബി ഹയർ ദാൻ 90. ഹയർ ദാൻ 90 കിട്ടണമെങ്കിൽ ഇതുപോലത്തെ അറേഞ്ച്മെന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് വൈ ദിസ് അറേഞ്ച്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടാനും കാരണം. മൂന്നാമത്തത്, വാട്ടർ സ്പ്രെഡ്സ് ഓൺ ഗ്ലാസ് വൈൽ മെർക്കുറി റിമെയിൻസ് ആസ് എ ഡ്രോപ്പ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, കൺസിഡർ എ വാട്ടർ ഡ്രോപ്സ് ആൻഡ് മെർക്കുറി ഡ്രോപ്സ് ഓൺ എ ഗ്ലാസ് സർഫേസ് എന്ന് പറഞ്ഞിട്ട് ഇത് വരച്ചേക്കാം. ഇത് രണ്ടും വരച്ചേക്കട്ടാ. അവിടെ തീറ്റയും കാണിച്ചേക്കാം. ഇത് പറയാം, കൺസിഡർ എ ലിക്വിഡ് എൽ, ക്യാപിറ്റൽ എൽ, റെസ്റ്റിംഗ് ഓൺ എ സോളിഡ് സർഫേസ്, capital S, bracket capital S, which is in equilibrium. Let the angle of contact be theta. Then there are liquid vara gas, pinna gas solid and liquid solid interface. Full stop. If gamma GS, gamma SL, gamma LG be the surface energy of gas solid, solid liquid and liquid gas, liquid solid interface, then at equilibrium gamma GS is equal to gamma SL plus gamma LG cos theta. The value of theta depends on gamma GS and gamma SL. If gamma GS higher than gamma SL, cos theta is positive, that is theta less than 90 degree. In the case of water on glass surface, glass water interface is, surface energy of glass water interface is less than that of surface energy of glass air interface, that is theta less than 90. Thus the glass spreads on the glass, thus the water spreads on the glass surface. In other, if gamma GS less than gamma SL, cos theta is negative, theta should be theta higher than 90 degree. Full stop. In the case of mercury on glass, surface energy of glass mercury interface is greater than glass air interface. Therefore, theta is higher than 90 degree. It remains as drop. ഇത്രയാണ് ഇതിൻ്റെ നോട്ട്സ്. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്ലാസ്സുകളും ഈ ചാനലിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. റൈറ്റ്.